അതെ, ഇന്ന് നമുക്ക് വേഗത്തിലൊരു പിസ്സ തയ്യാറാക്കിയാലോ? അതിനായി ഒരു ബൗൾ എടുത്തതിന് ശേഷം 250 ml ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ചേരുവകൾ ഉടൻ തന്നെ ചേർക്കാവുന്നതാണ്. അടുത്തതായി 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പൊടി ഇട്ടതിന് ശേഷം 2 സ്പൂൺ ഒലിവെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഒലിവെണ്ണ ഒഴിച്ച് മിശ്രിതം നല്ലവണ്ണം സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലവണ്ണം മാവ് കുഴച്ച് കൊടുക്കാം. മാവ് കുഴിച്ചതിന് ശേഷം കയ്യിൽ ഒലിവെണ്ണ ഒഴിച്ച് മാവിന് പുറത്ത് പുരട്ടി കൊടുക്കാം. മാവിൻ്റെ പുറത്ത് നല്ലവണ്ണം എണ്ണ പുരട്ടിയതിന് ശേഷം ഒരു ക്ലിയർ റാപ്പർ ഉപയോഗിച്ച് അത് മൂടി വയ്ക്കാം. ഇരുപത് മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം അതിന് വേണ്ടുന്ന ചേരുവകൾ നമുക്ക് തയ്യാറാക്കാം. 2 സവോള, 1 ക്യാപ്സിക്കം, 2 തക്കാളി ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1/2 kg ബോൺലെസ് ചിക്കൻ എടുത്തതിന് ശേഷം കുരുമുളകും ഉപ്പും ഇട്ട് അത് ഇളക്കി വേകുവാനായി വയ്ക്കാം. വെന്ത ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം മാവ് നമുക്ക് നോക്കാം. മാവ് നല്ലവണ്ണം സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി അതൊന്ന് കുഴച്ച് കൊടുക്കാം. എയറൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം മാവ് വീണ്ടും ഒന്നുകൂടെ നമുക്ക് അതിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിനെ പീസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഏകദേശം 4 മീഡിയം സൈസ് പിസയ്ക്കുള്ള മാവുകൾ ഇതിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയും ഓരോ കഷ്ണം മാവ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. മാവ് പരത്തിയതിന് ശേഷം അതൊരു ബേക്ക് ചെയ്യുന്നതിനായി ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം. നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അരിക് കുറച്ച് പൊക്കി വയ്ക്കാം. എന്തുകൊണ്ടെന്നാൽ ചീസ് ഇടുമ്പോൾ അത് വെളിയിലോട്ട് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായി പിസ്സ സോസ് അതിന് മുകളിലായി പുരട്ടി കൊടുക്കാം. അടുത്ത വീഡിയോയിൽ പിസ്സ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇടാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി, ക്യാപ്സിക്കം, വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ടതിന് ശേഷം ബേക്ക് ചെയ്യാനായി ഓവനിൽ വയ്ക്കാം. പിസ്സ ബേക്ക് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡിയായി. നമുക്ക് എടുത്ത് അതിനെ മുറിക്കാം. അതിൻ്റെ കൂടെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വേഗത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.